ഹലോ എവ്രി വൺ. റീൽസിലും വീഡിയോസിലൊക്കെ കണ്ട് നമുക്ക് ഏറെ പരിചിതമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. മലരിക്കൽ. കോട്ടയത്ത് നിന്നും കുമരകത്തിന് പോകുന്ന വഴി 5 കിലോമീറ്റർ മുന്നേ ആയിട്ട് തിരുവാർപ്പ് റോഡ് വഴിയാണ് നമ്മൾ മലരിക്കലിലേക്ക് എത്തുക കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഉള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേ ആൻഡ് പാർക്കൊന്നും ഇല്ല തൊട്ടടുത്ത്, പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. വണ്ടി പാർക്ക് ചെയ്ത് ഒരു 50 മീറ്റേഴ്സ് നടക്കാനുള്ള ഒരു ഗ്യാപ്പിൽ നമുക്ക് സ്പേസ് കിട്ടിയിരുന്നു. പക്ഷേ അത് തിരക്കില്ലാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ ഈ പാർക്കിംഗ് ചെറിയൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഗൂഗിൾ മാപ്പിനോട് മലരിക്കൽ വാട്ടർ എക്കോ ടൂറിസം എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം ആകെ കുറച്ച് ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കണുള്ളൂ. ഇവിടെ കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് ശരിക്കും മനസ്സിലായില്ല. ഇവിടെ ബോട്ടിൻ്റെ പേര് എഴുതി ഒരു ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ബോട്ട് കൊണ്ടുപോകുന്ന ചേട്ടന്മാരുടെ പേര് എഴുതിയിട്ട് ലിസ്റ്റുമായിട്ടൊരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ ഓരോരുത്തരെ വിളിച്ച് നമുക്ക് ഓരോ ബോട്ട് അസൈൻ ചെയ്ത് തരും. അപ്പോൾ ഈ ചേട്ടന്മാരാണ് പറഞ്ഞത്, നമ്മൾ ഈ ചെല്ലുന്നിടത്തല്ല, അവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് ബോട്ടിൽ 2 കിലോമീറ്റേഴ്സ് പോയി കഴിയുമ്പോഴാണ് ആമ്പൽപ്പാടം എത്തുക എന്ന്. എനിവേ ഞങ്ങൾ കൂടുതലൊന്നും ആലോചിച്ചില്ല. നമ്മളൊരു ബോട്ട് എടുത്തു. സാബു ചേട്ടൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര. ചേട്ടൻ ഞങ്ങളോട് കുറേ കഥകളൊക്കെ പറഞ്ഞു. അവസാനം ഇറങ്ങാൻ നേരമായപ്പോൾ അച്ഛനും ചേട്ടനും വളരെ പരിചയമുള്ള ആളുകളായിട്ടോ. ഒരു ബോട്ടിന് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുക. 1000 രൂപയ്ക്ക് 6 പേർക്ക് ഒരു ബോട്ടിൽ കയറാം. പോകുന്ന വഴിക്ക് ഇതാ ഇവള് പറിച്ചെടുക്കുന്ന പോലെ പൂക്കളൊക്കെ പറിച്ചെടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു അത് പറിക്കരുത്, ഇനി വരുന്ന ആളുകൾക്കും കാണാൻ നമുക്ക് കുറേ പൂക്കൾ അവിടെ വേണ്ടേ, അതുകൊണ്ട് പറിക്കരുത്. കുട്ടികളല്ലേ, അവരുടെ ക്യൂരിയോസിറ്റി ഇതൊന്നും സമ്മതിക്കില്ല. സോ അവൾ കുറച്ച് പൂക്കളൊക്കെ പറക്കിയെടുത്തു. അത് പറിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പൂക്കൾ പറിക്കാൻ പാകത്തിന് ചേട്ടൻ നമുക്ക് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി തന്നിരുന്നു. പിന്നെ പൂക്കളൊക്കെ പിടിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഒരു നല്ല വ്യൂ ആണ് കിട്ടുക. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ക്യാമറയ്ക്കൊന്നും നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ഭംഗി അത്രയ്ക്കൊന്നും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ട ഭംഗിയൊന്നും ഈ ഫോട്ടോസിനൊന്നുമില്ല. കുറച്ച് ആമ്പൽ നമ്മൾ പറിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം നല്ല ഒരു സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോയി അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പൂക്കളൊക്കെ പറിച്ച് തന്ന്, ചേട്ടൻ തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കുറച്ച് പോസൊക്കെ കാണിച്ച് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീ വെഡ്ഡിങ് ഷൂട്ടാണെന്ന് പറഞ്ഞ അച്ഛനെയും അമ്മയൊക്കെ കളിയാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് പിങ്ക് കളറിൽ പാടം കിടക്കുന്നുണ്ട്. പിങ്ക് മാത്രമല്ല, അവിടെ ഇവിടെ ആയിട്ട് ഓരോ വൈറ്റ് ആമ്പലുകളും ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ബോട്ട് അത്ര അവൈലബിൾ ആയിരിക്കില്ല ഒരുപാട് ക്രൗഡ് വരുമ്പോൾ. അതുപോലെ പാർക്കിംഗ് അത്ര എളുപ്പമായിരിക്കില്ല ക്രൗഡുള്ള സമയങ്ങളിൽ. നമ്മൾ മുഹറത്തിൻ്റെ അന്നാണ് പോയത് കേട്ടോ, അവധി ദിവസമായിരുന്നു. എന്നാലും പൂക്കളുണ്ടായി തുടങ്ങിയെന്നൊക്കെ ആളുകൾ എന്നോട് പലരും ചോദിച്ചു ഫോട്ടോസും വീഡിയോസും കണ്ടപ്പം. പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ആമ്പൽ നല്ലപോലെ ഉണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. ഇത് മിസ് ചെയ്യരുതാത്ത ഒരു യാത്രയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലുമൊക്കെ കോട്ടയോ പരിസരത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരെ ഒന്ന് വന്ന് ഇത് കണ്ടിട്ട് പോകണം. പിന്നെ 1000 റുപ്പീസ് ആണെങ്കിലും നമുക്ക് അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഈ മലരിക്കലിൻ്റെ അടുത്ത് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും, പനച്ചിക്കാട് പോലുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ പാടങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാനിതുവരെ പോയിട്ടില്ല, കണ്ടിട്ടില്ല കേട്ടോ. എനിവേ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോവുകയാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അധികം തിരക്കില്ലാത്ത ഒരു സമയം നോക്കി, തിരക്കില്ലാത്തൊരു ദിവസം നോക്കി പോവുകയാണെങ്കിൽ നന്നായിരിക്കും. പ്രത്യേകിച്ചും ഹോളിഡേയ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിങ്ങും ഈ പറഞ്ഞ പോലെ ബോട്ടിൻ്റെ അവൈലബിലിറ്റിക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ പോകണം കേട്ടോ. ഉച്ചനേരം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 9 മണി 10 മണിക്ക് ശേഷം നമ്മുടെ ആമ്പലൊക്കെ ഉറങ്ങാൻ തുടങ്ങും. ആമ്പൽ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ചെല്ലാൻ ശ്രമിക്കുക. അതുപോലെ നല്ലൊരു സൺലൈറ്റിൽ നമുക്കപ്പോൾ ഫോട്ടോസും എടുക്കാൻ പറ്റും. ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1 hour എന്ന് തന്നെ പറയാം. ഏകദേശം 1 hour നമ്മൾ ചേട്ടൻ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി കാണിച്ച് തന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചിവിടെ കൊണ്ടുവിടാനുള്ള ഒരു സമയം. കുറേ ബോട്ടുകളുണ്ട്. നമ്മൾ ഇത്ര തിരക്കില്ലാത്ത ദിവസം ചെന്നതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. വന്ന എല്ലാവരും, കുറച്ച് പേരൊക്കെ ഡ്രോണ് അതുപോലെ ക്യാമറാസൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിവേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ.